Yo, hello, what's up guys? Welcome back to my YouTube channel. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു ഹാർഡ് കോർ സീരീസ് തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മുടെ പഴയ ഹാർഡ് കോർ സീരീസ് നമ്മൾ അയൺ ഫാം ഉണ്ടാക്കി അത് വർക്ക്. അപ്പോൾ നമ്മൾ സോംബീനുള്ളിൽ കയറ്റി നമ്മുടെ ഒരു ആങ്കോളം പുറത്ത് സ്പോണായി ഗൈസ്. അതിനെ അപ്പോൾ നമ്മൾ കൊല്ലാൻ ഹാർഡ് കോർ തുടങ്ങാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് വിചാരിക്കാൻ പറ്റുമോ നോക്കാം. ഫാമിൽ നമ്മളപ്പം വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ നമുക്ക് അത് പെട്ടെന്ന് കാണാൻ പറ്റില്ല. കണ്ട് ടെമ്പിൾ സാധാരണ ടെമ്പിൾ സംഭവം നേരെ അടി വന്നു ചാവും. മരവും ഇല്ല അടുത്തൊന്നും. നേരെ ചാടിയാണ്. കുറിച്ചാട്ടെ നമ്മൾ തന്നെയാവും. പിന്നെ ലൂട്ടുകളൊക്കെ ഉണ്ട്. ഡയമണ്ട് തരോ. നമുക്ക് ഇനി ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. ഇന്നത്തെ ടാസ്ക് ഒരു വില്ലേജാണ്. നമ്മളപ്പോ അങ്ങനെ 2 ഡയമണ്ടും കണ്ടുപിടിച്ചു. ഫസ്റ്റ് ഡേ നോ ടൂൾ നീഡഡ്. നമ്മളപ്പോ 2 വില്ലേജ് അങ്ങോട്ട് കണ്ടുപിടിച്ചു. അല്ല, വില്ലേജ് എന്നല്ല, ഡയമണ്ട് അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗോൾഡൻ ആപ്പിൾ കിട്ടി. ഇതൊക്കെ ഇങ്ങോട്ട് പറിച്ചു. ഇതുകൂടെ വരും. ഇതെന്തിനാന്ന് എനിക്കറിയില്ല. പിന്നെ നമുക്ക് എല്ലാ ടൂളും ഇപ്പൊ തന്നെയായി. ഗോൾഡ്, ഡയമണ്ട് ആയി. നമുക്ക് കോബിൾ സ്റ്റോണും വുഡും മെയിൻ ചേട്ടാ. ഏതാ ഭാഗ്യല്ലേ സ്പോണിന്റെ ഒക്കെ. നമുക്കൊരു ഐലൻഡ് സീരീസ് തുടങ്ങിയാലോ? നിങ്ങളുടെ അഭിപ്രായം എന്നാ? നിങ്ങളൊന്ന് കമന്റ് ഇടുക. ഐലൻഡ് സീരീസ് നമുക്ക് തുടങ്ങിയാലോ? പറഞ്ഞു നമുക്ക് ഏതെങ്കിലും ഒരു ഐലൻഡിന്റെ സ്പോൺ കിട്ടുവാണെങ്കിൽ നമുക്ക് അതൊന്നും ഉപയോഗിക്കാം. അടിയിൽ കേവ് ഉണ്ട് നോട്ടം. ഒന്നും ഉണ്ടാക്കാം. അയച്ചു ഇല്ല. എല്ലാം കുളച്ചായോ ഇത്രയുള്ളൂടെ. ഇത്രയുള്ളൂന്നാട്ടോ ഗൈസ്. ഒരു വുഡ് പോലും ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് ചെയ്യാം. അതിപ്പതേ നമ്മുടെ സ്പോൺ ഒരുതും ഭാഗ്യമുള്ളതായിരുന്നു. നമുക്കൊരു വില്ലേജും കൂടി അടുത്തവിടെങ്കിൽ കിട്ടിയ സെറ്റപ്പായി. ട്രിക്ക് അറിയാം ഗൈസ്. ഇതിനകത്തൊക്കെ ആവുന്ന ഒരു ഉറപ്പില്ല. നമുക്ക് ഇതിന്റെ ഒരു
ഇവിടെയാണ് നമ്മൾ സ്പോണായത്. എവിടെയാ? ഇവിടെ നമുക്ക് അങ്ങ് എവിടെയാന്ന് കൃത്യം സ്പോണേ? ഫുഡില്ലാട്ടോ, നമുക്ക് വേഗം തന്നെ പോണം. കൃത്യം നമ്മൾ അവിടെ അതനുസരിച്ചാണ് നമുക്ക് പോകാൻ പറ്റും. ഇവിടെയാണ് സ്പോണേ. നമുക്കപ്പോൾ അങ്ങോട്ട് എവിടെ അങ്ങോട്ട് പോവാം. അപ്പൊ നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാം. ഈ പാട്ടിൽ നമ്മുടെ മെയിൻ ഗോൾ പറഞ്ഞ വില്ലേജ് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് പറ്റണത് ഷുഗർ കെയിൻ കളക്ട് ചെയ്യാം, പേപ്പറൊക്കെ വേണ്ടി. ഓക്കെ, ഈ സീരീസ് മാക്സിമം കറക്റ്റ് ബിൽഡുകൾ ഉണ്ടാക്കാൻ നോക്കണം. സെറ്റപ്പായിട്ട് വേണം. ഈ ഫാമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഒരെണ്ണം ഉണ്ടാക്കണം. എല്ലാം ആദ്യം തന്നെ ചെയ്യണം. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ ഹാർട്ട് ഇപ്പൊ തന്നെ തീരാറായിട്ടുണ്ട്. ഓടാൻ പറ്റുമെന്നാണ് എനിക്ക് അങ്ങോട്ടേക്ക് പോവാം. എനിക്ക് ഉമ്മാരെ പറയാൻ പറ്റും. അതിന് വിജയം എല്ലാമാണ്. ഇവിടെ ഇതെല്ലാം ജസ്റ്റ് ആയിട്ട് ഓവൈസ് ഇവിടെ ഒരു ലാവാപ്പോൾ ഉണ്ട്. പിന്നെ ഓഡിയൻസ് അതന്നെ വില്ലേജ് ആയിക്കോ. നമുക്കപ്പോ ഇതെന്നാന്ന് ആയി നോക്കാം. എന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. ഇച്ചിരി ഫുഡ് വില്ലേജ് കിട്ടി. ഇനി നമുക്ക് പേടിയില്ല. കിണറാണ്, വില്ലേജിന്റെ കിണറാണ്. ഓക്കെ, വില്ലേജ് കിട്ടി. 2 വില്ലേജ് ഉണ്ടോ? വില്ലേജ് ആണോ? നമുക്ക് ആദ്യം വില്ലേജ് പറ്റുള്ളൂ. മറ്റേ ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ലാവാപ്പൂൾ ഇടാൻ പറഞ്ഞ നമുക്ക് അതുകൊണ്ട് നമുക്ക് ലാവാപ്പൂൾ സെറ്റ് ആക്കാൻ പറ്റില്ല. സോറി. നമ്മൾ ഈ വീഡിയോയിലെ എല്ലാം അല്ല, ഈ സീരീസിൽ നമ്മളെല്ലാം ഒരുവിധം പ്രോപ്പറായിട്ട് ചെയ്യാൻ വില്ലേജ് കിട്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് വില്ലേജ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാന്നുള്ളത് അതങ്ങോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മള് ഇനി നമുക്ക് ഒരു പണിയുണ്ട്. എന്തായാലും നമുക്ക് വുഡില്ല. ഇവിടെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ നന്നായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു പണിയുണ്ടല്ലോ. ഫുഡില്ലാത്ത ഭയങ്കരമായിട്ട് അതാണ് പ്രശ്നം. അങ്ങോട്ട് തന്നെ പോയി നോക്കാം. ഇവിടെ ഒന്നും ഇല്ലാന്നോട്ടോ ഫുഡ്. നമുക്ക് അവിടെ നിന്ന് ഇച്ചിരി മുറിക്കാന്ന് 3-4 സാപ്ലിങ്സ് കൊണ്ട് വരാമല്ലേ. നമുക്കെന്നാ ഇച്ചിരി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോയി തിരിച്ചങ്ങോട്ട് തന്നെ പോവാം. അല്ലെങ്കിൽ നമുക്ക് ഗോൾഡിന്റെ ഇത് ഉണ്ടാക്കാൻ പറ്റും. പിക്കാക്സ് ഉപയോഗിച്ചാലും വലിയ കാര്യമില്ല. പ്ലേസ് ആണ് കാണുന്നത്. നമ്മൾ വന്നപ്പോൾ ഇത് തന്നെ കറക്റ്റാ. വീണ്ടും
ഐസ് നമ്മൾ ആദ്യം വന്ന വീടെങ്കിൽ ഇതല്ല ഇവിടെ എവിടെയെങ്കിലും ഐസ് നമുക്ക് ഒരു ഫർണസ് ഉണ്ടാക്കാനുള്ള ഗോൾഡ് കുറെ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഗോൾഡ് പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ഒരു ബ്രെഡ് ഉണ്ടാക്കണം. ബ്രെഡ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഹങ്കർ അങ്ങോട്ട് ഫുള്ളാക്കിയിട്ട് നമുക്ക് ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ തീരുമാനം സേഫാണ്. പക്ഷെ കയറി പോണെങ്കിൽ പണിയാണ്. ഓക്കെ വേഗം കിടക്കാം എന്നിട്ട് തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഡേ കംപ്ലീറ്റ്. ഓക്കെ ഇനി നമുക്ക് ഒരു മൂവി ഉണ്ടാക്കണം. എന്താ ഇതിന് പിക്കാക്സ് ഈ സ്റ്റിക്ക് എടുത്തോണ്ട് നല്ല ഉപകാരമുണ്ട്. ഒരു ആക്ഷൻ ഉണ്ടാക്കിയേക്കാം. ഇവിടെ തന്നെ ഒന്നുകൂടെ മൈൻഡ് ചെയ്യാം. ഓക്കെ പോയി. നമുക്ക് പെട്ടെന്ന് ഈ സീരീസ് ഡ്രാഗനെ കൊല്ലാൻ നോക്കണം. പറ്റണം അത്ര പയ്യെ കളിച്ച് നമ്മൾ പേടിച്ച് കളിക്കും ഗൈസ്. നമുക്കപ്പം വേഗം വേഗം കേവിലേക്കൊക്കെ ഇറങ്ങണം. ഈ അയൺ ഫാം ഒക്കെ വർക്കിംഗ് ഒക്കെയാണ്. ഞാൻ പിന്നെ എന്താ ഇതുങ്ങള് പുറത്ത് സ്പോണാ വോയിസ് അതെന്താന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു വർക്കും കൂടി അതൊരു അകലാക്കണം. നമുക്ക് വേഗം പോയി മരത്തിന്റെ പരിപാടികൾ നടന്നു. ഫർണാസും ഞങ്ങൾ പോവാ. ഫർണാസും ബെഡും ചുമ്മാ എടുത്തേക്കാനെ. ടേബിൾ എടുക്കണോ? ഇതും കിട്ടി ഞാൻ വില്ലേജിൽ നിന്നുള്ളതിന്. ഞാൻ അവിടെ ഇച്ചിരി ഇത് കണ്ടു ഫുഡ്. അപ്പൊ ആദ്യം തന്നെ മൈൻഡ് ചെയ്താൽ മതി. വില്ലേജിൽ ഇങ്ങനെ തിരക്കിയിട്ട് നമ്മൾ എടുക്കാതെ വന്നതാണ്. അങ്ങോട്ടല്ലേ കിണറിൽ പോണ ഭാഗത്തേക്കല്ലേ കിണർ? അങ്ങോട്ടല്ലേ? ഇങ്ങോട്ടാണ് അടുത്ത ലാപ്പ്. ചാടിപ്പോയനെ. പ്ലീസ് നമുക്ക് ഇവിടെ ഒരു മാർക്ക് ചെയ്യാം. താഴത്തോണ്ടത് മാർക്ക് ചെയ്യാണ്ട്
ആ ഗൈസ് മരമുണ്ട് മരമുണ്ട്. പിന്നെ അവിടെ മരം പോണ്ട. അയ്യോ അയ്യോ അയ്യോ. ഇച്ചിരി സാപ്ലിങ്സ് വരുവാണെങ്കിൽ നന്നായിരുന്നു. മരിച്ചിക്കും ചാടാൻ മറന്നു. ബാക്കിയെല്ലാം നിൽക്കണം. ക്യാപ്റ്റസ് അവിടെ കുറെ ഉണ്ടാവണം. അല്ലെങ്കിൽ എടുത്തിട്ട് ചുമ്മാ പോവാം. ഇവിടെ എടുക്കണം. നമുക്കൊരു ഷവർ ഉണ്ടാക്കണം. ചുമ്മാ പറഞ്ഞപ്പം ഒരു കണ്ടത്തനം കാണിച്ചത് എടുക്കാതിരുന്നു. ഇപ്പൊ മനസ്സിലായി. നമുക്ക് ഇച്ചിരി ഡേർട്ട് എടുക്കാം. പൊളിയാണ് വരെ നമുക്കൊരു ഡേർട്ട് എടുക്കാം. ഡെസേർട്ടായതുകൊണ്ട് ഡേർട്ട് ട്രീയൊക്കെ കിട്ടാൻ ഇച്ചിരി പാടാണ് നമുക്ക്. അതുകൊണ്ട് ഇതിന്റെ സാപ്ലിങ്സ് പറഞ്ഞവരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ വല്ല വേറെ ഉണ്ടോ? ചത്തുന്ന് വിചാരിച്ചു ഇപ്പം. വേറെ അങ്ങോട്ട് പോവാ. നമുക്ക് സാൻഡ്വിച്ച് മുകളിലേക്ക് വെക്കുക. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഉണ്ടെങ്കിലാ ഈ റാബിറ്റിന്റെ ഫാം തുടങ്ങാൻ പറ്റുമോ? റാബിറ്റ് കുഞ്ഞുണ്ടാവണം. കൊല്ലണ്ടാവും. ശരി, അവിടെ രാവുമ്പോൾ ഈ വില്ലേജിന്റെ എവിടെയാണെന്നറിയോ? എനിക്കറിയില്ല. കോമ്പസ് ഇട്ടുള്ള കോർഡിനേറ്റ്സ് നോക്കിയില്ല ഞാൻ. ഇതുപോലുമില്ല. എടാ പണിയായാലോ. ഇങ്ങനെ ഇന്നൊന്നും വീടുള്ള കേട്ടോ. അപ്പൊ അടുത്ത മരം പത്തി പോണം. ആ അതാണ് വില്ലേജ്. നമ്മുടെ ഒഴിഞ്ഞ് വീടാണെങ്കിൽ പ്രശ്നമാണ്. നമുക്കപ്പോ ഇച്ചിരി കൂടി ഡേർട്ട് കളക്ട് ചെയ്യാം. ഒരു സ്റ്റാക്ക് ഡേർട്ട് അങ്ങോട്ട് എടുക്കാം. അയൺ യാ നമുക്ക് ഈ കളിയെ ഒരു ഭാഗ്യാട്ടോ. നമുക്കപ്പോ ബക്കറ്റ് ഉണ്ടാക്കാനുള്ളത് അയൺ ഇപ്പൊ തന്നെ. സ്പൂണ് ഒരു ഇതിന്റെ ഉള്ളില് അവിടെ നിന്ന് നമുക്ക് അടുത്ത ഇത് എന്താലേ ഒരു മരം കിട്ടുവാണെങ്കിൽ നമുക്ക് ചങ്ക് കൂട്ടിയിട്ടാലും. എവിടെയാണ് ഓപ്ഷൻസ് കൺട്രോളല്ല. ഇത് സെറ്റിംഗ്സ് ഇതാണ്.
ട്രീ കിട്ടാനാ നോക്കാം. Actually, yeah. ഒരുവിധം ദൂരം ഉണ്ടോ? ആ, ഇതിന്റെ അവിടം വരെ എത്തി നമ്മൾ. ബ്രാൻഡ് വരുവാണ്, ട്രേകൾ ഉണ്ടാവുകയാണെങ്കിൽ ലാഭകരമായിരുന്നു. പെട്ടെന്ന് ബ്രാഞ്ചസ് ഡ്രോപ്പ് ചെയ്യണം. സിംഗിൾ വുഡാണ് ഈ പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ചാടിയെന്ന് വിചാരിച്ചു അവിടെ. ഗൈസ് നമുക്കപ്പം ഇവിടെയുള്ള മരങ്ങൾ ഒരു ഇങ്ങോട്ട് മുറിക്കാം, എന്നിട്ട് കാണാം. ഗൈസ് അങ്ങനെ സെക്കൻഡ് ഡേയും കംപ്ലീറ്റ് ആയി. സെക്കൻഡ് ഡേ നമ്മൾ ഇച്ചിരി ഫുഡ് മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സെക്കൻഡ് ഡേ നമ്മൾക്കൊരു ചോദ്യം നമുക്ക് അവനെ കൊന്നു മോൺസ്റ്റർ ഹണ്ടർ ആവാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഇതുവരെ കോഴീനെ കൊന്നു മോൺസ്റ്റർ ഹണ്ടറുമായി. ഇനി നമുക്ക് ബാക്കിയും കൂടി ഇച്ചിരി കൂടി ഫുഡ് കുറച്ചിട്ട് വേണം. ഗൈസ് ഫൈനലി നമ്മൾ വില്ലേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇച്ചിരി റെക്കോർഡ് ചെയ്തതാണ്. അത് ഞാൻ ഓർത്ത് ഓണാന്നും പറഞ്ഞ് നമ്മളിപ്പോൾ ചെയ്തതാണ്. അപ്പം ഞാനൊരു ഷിയറും ഒരു ബക്കറ്റും ഉണ്ടാക്കി. നമ്മളപ്പം ഈ വുഡ് മൈൻ ചെയ്യാൻ പോയപ്പം നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഇതും വെച്ച് നമ്മൾ ഇച്ചിരി ഇത് ചെയ്തു. എന്താ പേരാ? വുഡ് മൈൻ ചെയ്യുമ്പോഴേക്ക് ഇച്ചിരി അയം കിട്ടി. ആ, ഇച്ചിരി ഡേർട്ട് എടുക്കണേ. ഇവിടെ പ്ലാന്റ് ഡേർട്ട് വെക്കാം. നമുക്ക് 3-4 മരം നമ്മൾ വരുമ്പോഴത്തേക്കും വളരും. നമുക്ക് അടുത്ത വീഡിയോയില് നമുക്ക് അനിമൽസിന് സെറ്റ് ആക്കണം. ഇപ്പൊ തന്നെ വീഡിയോ ഭയങ്കര ലോങ് ആണ്, എനിക്കറിയാം. എനിക്ക് കണ്ടുകൊണ്ടിരിക്കാനും ബോറായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അടുത്ത വീഡിയോയിൽ സെറ്റ് ആക്കാൻ പറഞ്ഞത്. നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കഴിച്ച് ഇവിടെയൊക്കെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയില് നമുക്ക് അനിമൽസിനെ ഇവിടെ ഞാൻ ചിലപ്പെങ്കിൽ കൊണ്ടുവരും. അത് കാണിക്കണ തന്നെ വലിയ കാര്യമില്ല അനിമൽസിനെ കൊണ്ടുവരാൻ. ഓക്കെ, അനിമൽസിനെ കൊണ്ടുവരണ കാണിച്ചിട്ട് വലിയ കാര്യമില്ല. നമ്മളപ്പം ഓഫ് ക്യാമറയില് എടുക്കാന്നാണ് വിചാരിച്ചേക്കണേ. അനിമൽസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇത് ഇച്ചിരി പണിയാണ് കൊണ്ടുപോയി. ഒരു വീറ്റും വെച്ച് എല്ലാരെയും കൊണ്ടുവരണം. നമുക്കിപ്പോ ഒരു വെള്ളം ഒരു ഇൻഫിനിറ്റി സെറ്റ് ആക്കട്ടെ. ഇപ്പൊ തന്നെ വെള്ളത്തിന്റെ കാര്യത്തിലൊരു വെള്ളം ഇൻഫിനിറ്റി. ഞാൻ ഇവിടെയാണ് വീട് പണിയാൻ വിചാരിച്ചത്. അതുകൊണ്ട് ചെസ്റ്റൊക്കെ വെച്ചാണ്. നമുക്ക് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചു. ഇതിന്റെ ബാക്കിലായിട്ട് സാഡിനുണ്ടെങ്കിൽ ഇവനെ കൊണ്ട് നടക്കാൻ പറ്റൂലേ. അത് ഫുഡ് തീർന്നോണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം.
ലാവപ്പൂള് ദേ അവിടെ ഒരെണ്ണമുണ്ട്, തൊട്ടടുത്ത് ഒരെണ്ണമുണ്ട്. ഞാൻ അതിപ്പോൾ കണ്ടതാട്ടോ. നമ്മളപ്പോൾ ഇവിടേക്ക് ഒന്ന് ലൈറ്റ് വെച്ചു, എല്ലാം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി. അത്ര എത്ര മണി നമുക്ക് കൂട്ടിയെടുക്കാം അല്ലെ. ഇതുപോലെ തന്നെ ലാവാക്കൂളും നമുക്ക് ലാവാക്കൂളില്ല, പക്ഷെ അങ്ങോട്ട് തന്നെയാണ് നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിലോ അതിൻ്റെ അടുത്ത വീഡിയോയിലോ സെറ്റ് ആക്കണം. നമുക്കപ്പം അനിമൽസിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. നമുക്കപ്പം ഈ വീഡിയോ ഗൈസ് ഇപ്പം ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം ഗൈസ്. അപ്പം എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ട്. നമ്മൾ ആദ്യത്തെ ഡേയിൽ തന്നെ ഡയമണ്ട് കണ്ടുപിടിച്ചു, ഗോൾഡ് കണ്ടുപിടിച്ചു, അയൺ കണ്ടുപിടിച്ചു, പിന്നെ ആർമർ ഡ്രിൽ എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടുപിടിച്ചു. അതെന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. എല്ലാം നമ്മളപ്പം ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ. നമ്മളപ്പം പുതിയ ഹാർഡ് കോർ സീരീസ് ആണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പം ബൈ.